ശ്രുതി പറയും ഇതുപോലെ ഊർജ്ജസ്വലമായിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്, നിങ്ങൾ പ്രായമായി നിങ്ങളൊന്നും പറ്റില്ല എന്ന് പറയും. ശ്രുതി പറയും എനിക്ക് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്നൊക്കെ പറയും. അവർ പറയും ഞങ്ങളുടെ പഴയ ഓണറെ എന്ത് നല്ല സ്വഭാവമുള്ള മനുഷ്യരായിരുന്നു. ശ്രുതി പറയും ഞാൻ നിങ്ങളുടെ മുതലാളിയല്ല, എനിക്ക് വേഗത്തിൽ കുതിച്ച് വലിയ പൈസക്കാരനാവാനുള്ള ആളാണെന്നൊക്കെ പറയും. ഇത് കേട്ട് അവർ പറയും നിങ്ങൾക്കറിയില്ല ഒരു മുതലാളി എങ്ങനെ ആവണമെന്ന്, നിങ്ങളെവിടെ എത്തുമെന്ന് നമുക്ക് കണ്ടറിയാമെന്ന് പറയും. ഒരു ദിവസം ഞങ്ങളെല്ലാവരും വരും, എന്തിനാണെന്നറിയോ, തന്നെ നോക്കി ചിരിക്കാൻ. ഇത് കണ്ടിട്ട് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവും. ശ്രുതിയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും, എന്നും എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറയും. ശ്രുതി വീട്ടിലേക്ക് കയറുമ്പോൾ പറയും ആകെ ടയർഡാണ്, നന്നായിട്ട് ഒന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ് അമ്മേനെ വിളിച്ച് കയറുമ്പോൾ അമ്മ പറയും നിൽക്ക് ഇന്ന് ഷോപ്പിൽ കുറേ ആൾക്കാരൊക്കെ വന്നാലേ ഒന്ന് ആരതി ഒഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിയാൽ മതി എന്ന് പറയും. ഇത് കണ്ട് അച്ഛൻ ചോദിക്കും എന്താ മക്കൾ അവിടെ നിൽക്കുന്ന ഉള്ളിലേക്ക് വരാത്തതെന്ന് ചോദിക്കും. ശ്രുതി പറയും അമ്മ ആരതി ഒഴിയണമെന്ന് പറഞ്ഞിട്ടാന്ന് പറയും. അമ്മ വന്ന് ആരതി ഒഴിയുന്നത് കാണുമ്പോൾ സച്ചി കുറേ കളിയാക്കും. എല്ലാ ദിവസവും എൻ്റെ മകൻ ജോലിക്ക് പോണേ, എൻ്റെ ഭർത്താവിൻ്റെ 50 ലക്ഷം കിട്ടുന്നവരെങ്കിലും ജോലിക്ക് പോണേ എന്ന് പറഞ്ഞിട്ട് ഒഴിയുന്നൊക്കെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയും. ശ്രുതിയാണെ അകത്ത് കയറിയൊന്നുമില്ല, ക്ഷീണമായിട്ട് ഇങ്ങനെ കിടക്കുക. ശ്രീകാന്തിനോട് വെള്ളം എടുത്തുകൊണ്ട് വരിപ്പിക്കും. ഇതൊക്കെ കണ്ട് വർഷം വയ്ക്കും ഒരു ദിവസം ജോലിക്ക് പോയപ്പോൾ തന്നെ ക്ഷീണമായോ എന്ന് ചോദിക്കും. ശ്രുതി പറയുന്നു കുറേ ആൾക്കാർ വന്നോണ്ട് സംസാരിച്ചിട്ട് വാ വേദനിക്കുന്നു എന്ന് പറയും. ഇത് കേട്ട് രേവതിക്ക് വാ വേദനിക്കുമെന്ന്. സച്ചിൻ വർഷം കൂടി ജസ്റ്റ് ഒന്ന് കളിയാക്കും. അമ്മ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഇത് കേട്ടിട്ട് സച്ചി പറയും എൻ്റെ അച്ഛനൊക്കെ ലീവ് പോലും എടുക്കാതെ ജോലിക്ക് പോയതാ, കാലുവേദനയും കൈവേദനയൊക്കെ അച്ഛനും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് നിങ്ങളെ മോനെ പോലെ ഇങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ വയ്യേ എന്ന് പറഞ്ഞ് വന്ന് കിടക്കയില്ലായിരുന്നു എന്ന് പറയും. അച്ഛൻ പറയും നമ്മൾ ചെയ്യുന്ന ജോലി ഇഷ്ടത്തോടെ ആസ്വദിച്ച് ചെയ്താൽ ഒരു ക്ഷീണവും കാണില്ല. ഇത് കേട്ടിട്ട് ശ്രീകാന്ത് പറയും അച്ഛൻ പറയുന്നത് കറക്റ്റാണ്, ഹോട്ടലിൻ്റെ ഉള്ളിൽ കിച്ചണിൽ ചൂട് നിന്നാണ് ഞാൻ ജോലി ചെയ്യുന്നത്, എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. രേവതിയും പറയും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വേദനകളൊന്നും ശ്രദ്ധിക്കില്ല എന്ന് പറയും. ഇത് കേട്ട് വർഷം പറയും ഞാൻ ഡബ് ചെയ്യുമ്പോൾ സമയം പോകുന്നത് ഞാൻ അറിയാറേ ഇല്ല എന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ശ്രുതി പോകുന്നത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വരും. അമ്മ പറയും എല്ലാവർക്കും അസൂയാണെന്നൊക്കെ പറയും. ശ്രുതിയാണെങ്കിൽ റൂമിൽ പോയിട്ട് കിടന്നിട്ട് എണീക്കില്ല. ഇത് പറയും ശ്രുതി എണീക്ക് ഭക്ഷണം കഴിക്കണ്ടെന്നൊക്കെ ചോദിക്കും. അമ്മയും വരും വിളിക്കാൻ. ശ്രുതി പറയും എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാം എന്നൊക്കെ പറയും. ശ്രുതി പറയും അതല്ല, ഇന്നു മുതൽ ഒരാഴ്ച നമ്മൾ കിടക്കേണ്ടത് ഹോളിലല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അതൊന്നും കേട്ടിട്ട് ശ്രുതി അവിടുന്ന് എണീക്കില്ല. നീ ചെല്ലേന്ന് പറയും. എന്നിട്ട് ശ്രുതി ഒരു വിരിയെടുത്തിട്ട് പുറത്തോട്ട് പോകും. അച്ഛനും സച്ചിയും കൂടി എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി താഴോട്ട് വരും. അമ്മ ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും ശ്രുതി വിളിച്ചിട്ട് എണീക്കുന്നില്ല, ഉറങ്ങുകയാണെന്ന് പറയും. ഇത് കേട്ടിട്ട് സച്ചി ചൂടാവും. ഇന്ന് ഞങ്ങളാണ് അവിടെ കിടക്കേണ്ടത്, അവനോട് ഇറങ്ങാൻ പറ, ഇല്ലെങ്കിൽ പിടിച്ച് പുറത്തിട്ടെന്ന് പറയും. ഇത് കേട്ട് ശ്രുതി പറയും ഞങ്ങൾ ഇന്ന് അവിടെ കിടക്കാനൊന്നും പോകണില്ല എന്ന് പറയും. ശ്രുതി റൂം വന്ന് കുറേ ആലോചിക്കും. എന്നിട്ട് പറയും അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എന്തിനാ ഈ റൂം അവർക്ക് വിട്ടുകൊടുക്കുന്നത്, ഇവിടെ തന്നെ കിടക്കാമെന്ന് പറയും. സച്ചിയാണെങ്കിൽ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. രേവതി വന്നിട്ട് ചോദിക്കും അവർ ഇറങ്ങിയില്ലേന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോകും. സച്ചി ശ്രുതിയോട് ചോദിക്കും ഞങ്ങൾക്ക് ഉറങ്ങണ്ടേന്ന് ചോദിക്കും. ശ്രുതി പറയും നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാൻ പറഞ്ഞില്ലല്ലോ ഉറങ്ങണ്ടെന്ന് ചോദിക്കും. സച്ചി പറയും അവനോട് പുറത്തിറങ്ങാൻ പറയാമെന്ന് പറയും. ശ്രുതി പറയും ശ്രുതി ഇന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുക, നല്ല ടയേർഡാന്ന് പറയും. ഇത് കേട്ട് രേവതി പറയും സച്ചിയേട്ടാ വാ വിടുന്ന് പറയും. ശ്രുതി രേവതിയോട് അപേക്ഷിക്കുന്ന രീതിയിലൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് സച്ചി പറയും അതൊന്നും നടക്കില്ല എന്ന് പറയും. പറഞ്ഞേ കേട്ടില്ലേ എടുത്ത് പുറത്തിടും ഞാൻ എന്ന് പറയും. ശ്രുതി ഭീഷണിയാണെന്ന് നോക്കുമ്പോൾ സച്ചി ചൂടായി ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ രേവതി പിടിച്ചു വെക്കും. അപ്പോഴേക്കും അച്ഛനും അമ്മയും അങ്ങോട്ട് വരും. അമ്മ സപ്പോർട്ട് ചെയ്ത് പറയും അവൻ ജോലി ചെയ്ത ക്ഷീണത്തിൽ ഉറങ്ങിയതാവെന്ന് പറയും. ചോദിക്കും മറ്റാരും ഇവിടെ ജോലി ചെയ്യുന്നില്ലേ, ഞങ്ങൾക്കൊന്നും ക്ഷീണമില്ലേ. രേവതിയെ കുറ്റപ്പെടുത്തി പറയും ഇവക്ക് AC പട്ടുമെത്തയിൽ കിടന്നാലേ ഉറക്കം വരും. കേട്ട് സച്ചി ഇങ്ങനെ അമ്മയെ നോക്കുകയാണ്.